മുസ്ലിം ലീഗിന്റെ ആദ്യ വനിതാ MLA ആയി ചുമതലയേൽക്കാൻ പോകുന്ന ഫാത്തിമ സൈദിയ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. എങ്ങനെയാണ് LDFന്റെ കൺവീനറെ തന്നെയാണ് എങ്ങനെയാണ് ഈ വിജയത്തിന്? വലിയ സന്തോഷമുണ്ട്. നേരത്തെ ബഹുമാനപ്പെട്ട തങ്ങൾ സൂചിപ്പിച്ച പോലെ നമ്മൾ മത്സരിക്കുകയാണ്. മത്സരത്തിൽ തീർച്ചയായിട്ടും രണ്ട് വ്യത്യസ്ത ആശയങ്ങൾ തമ്മിൽ സംസാരിക്കും. അങ്ങനെ വ്യത്യസ്ത ആശയങ്ങളുള്ള ആളുകളാണ് വിവിധ കാൻഡിഡേറ്റുകളായിട്ട് വരുന്നത്. അങ്ങനെ ഒരു മത്സരം 100% ആത്മാർത്ഥതയോടെ ഇടപെട്ടുകൊണ്ട് ജനങ്ങളോട് സംസാരിച്ചുകൊണ്ട് നടത്താനുള്ള ശ്രമം നടത്തി. അത് പൂർണ്ണ വിജയം കണ്ടു. 100% പേരാമ്പ്രയിലുള്ള വളരെ അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വലിയ പ്രതീക്ഷയാണ് ഈ വിജയത്തിന്റെ കാര്യം. അതെ, ആദ്യം എന്ന് പറയുമ്പോൾ അത് സന്തോഷം മാത്രമല്ല, വലിയ ഉത്തരവാദിത്വം കൂടിയാണ്. അപ്പം അതിന് ഒരു വലിയ ഉത്തരവാദിത്വ ബോധത്തോട് കൂടിയിട്ട് ഇനി വരുന്ന ആളുകൾക്ക് പ്രതീക്ഷയോടെ അവർക്ക് വഴി എളുപ്പമാകുന്ന രൂപത്തിൽ പൂർത്തീകരിക്കാനുള്ള ശ്രമം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതിനെ പറ്റിയിട്ട് ഞാൻ പറയാൻ വളരെ ചെറിയ ആളാണ്. ഇതിൽ തീരുമാനം എടുക്കേണ്ടത് മുന്നണിയും പാർട്ടിയാണ്. അപ്പം അവര് പറയുന്ന തീരുമാനം ഇത്രയും കാലം വളരെ ഉചിതമായിരുന്നു. അതുകൊണ്ട് എന്നെ പോലെ പുതിയൊരു ആൾക്ക്, പ്രത്യേകിച്ച് ഇങ്ങനെ അസംബ്ലിയിലേക്ക് വരുന്ന ഒരാള് എടുക്കേണ്ട തീരുമാനമല്ല. പാർട്ടി മുന്നണി സംവിധാനം എടുക്കേണ്ട തീരുമാനമാണ്. ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് യുവാക്കളുടെയും സ്ത്രീകളുടെയും ഒക്കെ പങ്കാളിത്തം ഈ മന്ത്രിസഭയിൽ ഉണ്ടാകും. എന്തായാലും ഫാത്തിമ സൈദിയ തികഞ്ഞ ആത്മവിശ്വാസനാണ്. യുവാക്കൾക്കും വനിതകൾക്കും എല്ലാമുള്ള പ്രാധാന്യം ഈ മന്ത്രിസഭയിൽ ഉണ്ടാകുന്നതെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. ക്യാമറാമാൻ അമർജിത്തിനോടൊപ്പം ടി. കെ. അരവിന്ദൻ.